മറ്റൊരു ഭാഷയെ ഒളിമാറ്റം നടത്തുമ്പോൾ തുല്യ പദം ഉപയോഗിച്ച് പറയും. എന്റെ സമുദായം എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു പദത്തിന്റെ അർത്ഥമാണോ പറയുന്നത് അതും ഇതും തമ്മിൽ നല്ല ബന്ധമുണ്ടാകണം, കൃത്യമായിരിക്കണം. ഇവിടെ ഈ ഹദീസിന് ഒരു പണ്ഡിതനും മൊത്തം സമുദായം അർത്ഥം നടത്തിയിട്ടില്ല. അതുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യാഖ്യാനം വെച്ചുകൊണ്ട് ഹദീസ് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ശറഹ് മുസ്ലിമിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചു, തത്തുല്യമായ മുൻതീർക്കാരുടെ ഇബാറത്ത് ഉദ്ധരിച്ചു. ഞാൻ പറഞ്ഞു അവിടെ മൊത്തം സമുദായം എന്നാണ് അർത്ഥം. ഉമ്മത്തി എന്ന വാക്കിന് മൊത്തം സമുദായം എന്ന് മാത്രമാണ് അർത്ഥമുള്ളതെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഉമ്മത്തി എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ മൊത്തം സമുദായം എന്ന് അർത്ഥകൽപ്പന നടത്തുന്നത് ഏത് അർത്ഥത്തിലാണ്? അപ്പൊ വിവിധ വ്യാഖ്യാനങ്ങളുള്ള ഒരു പദമാകുമ്പോ നിങ്ങൾ ഇവിടെ മൊത്തം സമുദായം എന്ന് അർത്ഥകൽപ്പന ഏത് അർത്ഥത്തിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അസ്കലാനി വിശദീകരിച്ചത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബികൾ എന്നാണ്. സഹാബികൾ എന്ന് പറഞ്ഞവരെ മാത്രം പറയേണ്ട ആവശ്യമുണ്ടോ? സഹാബികൾ എന്ന് അവർ പറഞ്ഞാൽ മറ്റൊരു അർത്ഥം ഇല്ലാതെ അർത്ഥം. അപ്പോ ഞാൻ പറയുന്നത്, ഹദീസ് എന്റെ സമുദായം എന്ന് പറയുന്ന ഒരു ഹദീസ് ബുഖാരിയിൽ എവിടെയാണ്? അലൈക്കും എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ് അർത്ഥം. അലൈക്കും എന്നതിന്റെ അർത്ഥമാണ് സമുദായം എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ കൃത്യമായിരിക്കണം. അലൈക്കും എന്നതിന്റെ നേരെ അർത്ഥം നിങ്ങളുടെ മേലെന്നാണ്. അതിന്റെ അർത്ഥം വിശദീകരിക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ പുസ്തകം കൃത്യമായിട്ട് വായിക്കാം. എന്റെ സമുദായം പറയട്ടെ നിങ്ങൾ എന്നറിയുന്നത് ഭാഷ അറിയാത്ത ആളല്ല പുസ്തകം. നിങ്ങൾ എന്നത് അലൈക്കും എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ്. അതിന്റെ ഉദ്ദേശമാണ് സമുദായം എന്ന് കുറിക്കാനാണ് ഇടയ്ക്കൊരു പറയട്ടെ. അറിയോ? ആ അലൈക്കും എന്നതിന്റെ അർത്ഥം സമുദായം എന്നതാണ് പ്രത്യേകം വ്യാഖ്യാനം വേണ്ട. കാരണം റസൂൽ എല്ലാ ഹദീസിലും വിഷയം പറഞ്ഞു നിങ്ങളുള്ള. നമുക്കെന്നെ അറിയാമല്ലോ, അഫ്സുസലാം സലാമി വ്യാഖ്യാനം നിങ്ങൾ അങ്ങനെ ചെയ്യണം, ബിസ്മി ചെല്ലണം, ഭക്ഷണം കേൾക്കണം, നിങ്ങൾ വെട്ടി ഒട്ടിക്കണം, താടി വളർത്തണം, നിങ്ങളുടെ സഹാബത്തിന് മാതൃകയുള്ളൂ. നമ്മൾ പറയൂലേ സമുദായത്തോട് മൊത്തം കലക്റ്റും താടി വെക്കാൻ വേണ്ടി ആ സമുദായം പറഞ്ഞു. അലൈക്കും എന്നല്ല, അങ്ങനെ എല്ലാ സ്ഥലത്തും കല്ലും പ്രത്യേക വ്യാഖ്യാനം വേണ്ടതില്ല. അതോടൊപ്പം തന്നെ കൃത്യമായ വ്യാഖ്യാനം ഇവിടെ എന്താ എഴുതി ഒപ്പിട്ടില്ലേ? വ്യാജമാണ്, കള്ളമാണെന്നല്ല പറഞ്ഞത്. ഇത് തെളിയിക്കാൻ ഞങ്ങൾ എന്ത് മതി? ഒരു അംഗീകൃത ഹദീസിന്റെ കിതാബ് വ്യാഖ്യാനം ഉദ്ധരിച്ചാൽ പോലെ നബി ഇമാം അംഗീകരിക്കും. വലിയ ആളല്ല മൂപ്പർ കൊടുത്തുന്ന ഉമ്മത്തോ. അപ്പൊ മൂപ്പർ മനസ്സിലാക്കിയത് അലൈക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ സമുദായം. ഞാൻ പ്രത്യേകിച്ച് ഏൽപ്പിക്കല്ലോ. ഉണ്ടത്തുകാരിയും പറഞ്ഞത് എന്ത് തന്നെയാണ്? ഉണ്ടത്തുകാരിയും പറഞ്ഞത് ഈ സമുദായത്തിന്റെ മേൽ പേടിക്കപ്പെടുന്നില്ല, അന്ന ഉമ്മത്തോ. മൂപ്പർ മരുമോഹിക്കുന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് വരുമെന്നല്ല നിങ്ങള്. അപ്പൊ സഹാബത്താ ഉദ്ദേശം എന്ന് പറയുമ്പോ ആർക്കറിയാ വരുന്നത്? ആൾക്കാരുന്നത് സഹാബത്തിന്. സഹാബത്ത് വിചാരമാണ് ഒരാഴ്ച പഠിക്കാൻ. അപ്പോഴേക്കും അലൈക്കും സഹാബത്തല്ലേ, വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അപ്പോഴാലേക്കും ഞാൻ പേടിക്കും സഹാബത്തിന്. എന്തുകൊണ്ട് അലൈക്കും നടന്നത്? മുന്നിൽ ഞാൻ അലൈക്കും നടന്നത് നമ്മളും കാര്യങ്ങളും പേടിക്കില്ല. എന്റെ സഹോദരങ്ങളെ, എന്തിനാണ് ഒരു വ്യാഖ്യാനം തെളിയിക്കാൻ മതി? ഇവിടെ ഹദീസ് ഗ്രന്ഥത്തിന്റെ പിൻബലമുണ്ട്, പിൻബലം വായിച്ചു. മറ്റേ ഹദീസുകളുടെ പിൻബലമുണ്ട്, അതും വായിച്ചു. പിന്നെ ശേഷം പറയുന്നുണ്ടാ ഇതിന്റെ വസ്തുരാണ് പറഞ്ഞിട്ടുണ്ട് സഹാബത്ത് മുശ്രിക്കാവൂല. നമ്മൾ വായിച്ചോ? സഹാബത്തിന് മാത്രമേ ഇത് പാഠകാവുന്ന ഫതുൽബാരിന്റെ എവിടെയും വന്നിട്ടില്ല. കുറിച്ച് സയ്യിദുൽ അംബിയാ പറയും, റസൂലിനെ കുറിച്ചും സയ്യിദുൽ അറബികൾ, അറബികളെ സയ്യിദല്ലാണ്. ഒരാൾ മാത്രം എന്ന് പറഞ്ഞാൽ പരിമിതി അർത്ഥം കിട്ടും. അതുകൊണ്ടാണ് മുന്തത്തുകാരി ഉപയോഗിച്ച വാക്യങ്ങൾ നോക്കൂ. അവർക്കറിയാം സമുദായത്തിന് തന്നെ പേടിക്കുന്നു. സ്വത്തിൽ മത്സരിക്കൽ മാത്രം, ദുനിയാവ് കരുത്ത് നോക്കി അതിനെതിരെ നമ്മൾ പ്രസംഗിക്ക് ഊർജ്ജം പാവപ്പെട്ട വക്കീലുകളായ മുഷിരിക്കാതെ പറയുന്നതിന് പകരം ദുനിയാവിന് വേണ്ടി കഴിവുള്ള സ്വഭാവത്തെ വിളിക്കുക അതേ പേടിക്കുന്നുള്ളൂ.
ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് ഇബ്നു ഹദാസ്കാരുടെ വ്യാഖ്യാനത്തിലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹാബാക്കൾ ശരിയാവും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബിയാണ് യാനി ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിന്റെ ഉദ്ദേശം അന്നഹു അത് അന്ന അലാ ജുംലത്തി അസ്ഹാബി, പ്രവാചകർ തന്റെ അനുയായികളുടെ കാര്യത്തിൽ നിർഭയൻ. അത് അന്ന അലാ ജുംലത്തി അസ്ഹാബി നിർഭയന അൻ യുബദ്ദിലു ദീനൽ ഇസ്ലാം ദീന ശിർക്ക് കടത്തിക്കൂട്ടുകയില്ല, സാധുകൾ കടത്തിക്കൂട്ടുകയില്ല, അതിൽ നിർഭയനായി. ഇതാണ് ഖുർത്തുബി വിശദീകരിച്ചത്. നേരത്തെ അസ്കാർ വിശദീകരിച്ചതാണ്. എന്നിട്ട് നാം ഖുർത്തുബി ഇങ്ങനെ പറയാണ്, ചില സാധുക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മൊത്തം എന്ന് പറയുന്നത്. കുറച്ച് സാധുക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഈ ഹദീസിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഖുർത്തുബിയുടെ വിഭാഗത്ത് ആദ്യമായി കേൾക്കുകയാണ് എന്റെ മുന്നിലുള്ള സഹോദരൻ. ഖുർത്തുബി എവിടെ പറഞ്ഞു എന്നവർ പറയട്ടെ. ഈ ഹദീസിനെ ഇങ്ങനെ മനസ്സിലാക്കിയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു അസ്കലാനി വിശദീകരിച്ചത് സഹാബത്ത് എന്നാണ്, ഖുർത്തുബി വിശദീകരിച്ചത് സഹാബത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം മുസ്ലിം പറഞ്ഞാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത്. ഇതിനോട് ഉദ്ദേശിച്ചത് സഹാബത്ത്. നേരത്തെ പറഞ്ഞു സ്വർഗ്ഗത്തിലെ പറഞ്ഞു എത്ര സ്ഥലങ്ങളിൽ അലയിക്കുന്നുണ്ട്, അതൊക്കെ സഹാബത്തിൽ കഴിയുന്നതാണ്. നമുക്കങ്ങനെ വാദമുണ്ടോ? നമ്മൾ ഹദീസിനെ മനസ്സിലാക്കുന്ന പണ്ഡിതരുടെ വിശദീകരണത്തിലൂടെയാണ്. ഇവിടെ പണ്ഡിതർ ഹദീസിനെ എങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് അഭിപ്രായമില്ല. നിങ്ങൾ സ്വയം മുഖത്തേക്കാണോ, തനിഷ്ടപ്രകാരം വിശദീകരിക്കുകയാണോ? നിങ്ങൾക്കൊന്നും പറയും. ഞാൻ വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തി സഹാബത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്റെ സമുദായം എന്ന് ഹദീസിലില്ല. സഹാബത്ത് മാത്രം പരിമിതാണ്, ഒരു വ്യാഖ്യാനവുമില്ല എന്ന് ഞങ്ങൾ വാദിച്ചു. അതാപ്പെട്ട വാദം എന്താ? ഈ ഉസ്താദ് അങ്ങനെ അർത്ഥം കൊടുത്തത് വ്യാജമാണ്, കള്ളം. ഈ സംഗതിയെ കുറിച്ച് വ്യാജം കള്ളെന്നൊക്കെ പറയണമെങ്കിൽ എന്ത് എവിടെത്തണം? ഒരു നിലക്കുന്നതിന് വിശദീകരണം ഇല്ലാതിരിക്കുമ്പോൾ വ്യാജം കള്ളെന്ന് പറയാ കിതാബ് കാണാത്തോണ്ട് മനസ്സിലായല്ലോ? രാവിലെ ഊതാൻ പോകുന്ന എക്സസൈസ്. അപ്പൊ ഈ കിതാബ് പറഞ്ഞൊന്നും അറിയോ? അർത്ഥം നിങ്ങൾ വെക്ക്, എത്ര പാട്ട് നിങ്ങൾ വെച്ച് അവിടുത്തെ സമുദായം മൊത്തമായിട്ട് അതല്ല നിങ്ങൾ പറയുന്നത്. അങ്ങനെ കൊടുത്തത് അല്ലെങ്കിൽ തന്നെ വ്യാഖ്യാനം ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദായമല്ല അർത്ഥം. അതോടൊപ്പം വ്യാഖ്യാനം വന്നില്ലേ? വേറെ ഉത്തരത്തിൽ കാര്യത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ വായിച്ചില്ലേ? അതുപോലെ തന്നെ ശ്രദ്ധാത്തിന്റെ ഹദീസ് നിങ്ങൾ വായിച്ചില്ലേ? പിന്നെ അങ്ങനെ ഉണ്ടായിക്കോട്ടെ. ഒരാൾക്ക് പുസ്തകം എഴുതണമെങ്കിൽ ഒരു അംഗീകൃതമായിട്ടുള്ള വിശദീകരണമാണ്. അല്ലെങ്കിൽ എന്തൊക്കെ അഭിപ്രായം ഉണ്ടാവും? ഇത്ര സുന്നത്താണ് നമ്മുടെ പറയുന്നത്. അതിൽ ഹക്കും എന്റെ ഹദീസ് ഇത് രണ്ടർത്ഥമില്ല. ഒരാൾക്ക് ഇത്ര സുന്നത്താണെന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചൂടെ? അതിൽ ഹക്കും അല്ലാത്ത മുസ്ലിം ഷാഫിമാമന്റെ അർത്ഥം പറയുന്നത് സുന്നത്ത് എന്നാണ്. അഫ്വാനി നിങ്ങൾ പറയുന്നത് നിർബന്ധമാണ്. അപ്പൊ സുന്നത്താണ് റസൂൽ പറയുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ചുകൂടെ? ഒരു അംഗീകൃത ഒരു പണ്ഡിതന്റെ മതി. ലോകത്തിന്റെ എല്ലാ ഇമാമുകളും മുഹദ്ദിഥീങ്ങളും ഒരു അർത്ഥം പറഞ്ഞാലേ ഒരു അർത്ഥത്തിന്റെ അർത്ഥം പറയാൻ പറ്റുള്ളൂ എന്നത് അടിസ്ഥാന വിരുദ്ധമാണ്. ഭൗതിക നിദാന ശാസ്ത്രത്തിന് വിരുദ്ധമാണ്. അത് അംഗീകൃത ഒരാളുടെ മതി. നമ്മൾ സ്വരമുസ്ലിം വായിച്ചു വെച്ചാൽ ഇതിന്റെ ഹദീസിന്റെ വിവരമല്ലേ? അതൊക്കെ അല്ലേ രസം? വാക്കിന്റെ അല്ലാത്ത ഹദീസില്ലേ മുസ്ലിക്കാവുന്ന റസൂൽ മുസ്ലിക്കാവൂല എന്ന് പറയുന്നത്? ഞാൻ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സഹാബത്ത് എല്ലാം ലോകമാന്യ ആളുകളാ. അപ്പൊ മൊത്തം ഉമ്മത്ത് ശരിക്കും കണ്ടോ? അങ്ങനെ കാശം ഉമ്മത്ത് മുർത്തതാവോ ഇല്ല. അതല്ലല്ലോ ഒരു ഇമാം പറയുന്നത്. ഖിയാമത്ത് നാൾ വരെ ലോകത്തെ ആളുകളുണ്ടാകും. ഒരു നൂറ്റാണ്ടിലും തൗഹീദില്ലാത്ത ആളുകൾ കടന്നു പോയിട്ടില്ല. മനസ്സിലായില്ലേ? അത് ഈ സമുദായത്തിന്റെ പ്രത്യേകതയാ. അതാണ് മുമ്പിമാനത്തിന്റെ അസം അല്ല കാത്തു കൊടുത്തിരിക്കുന്നു. പിന്നെ എത്ര വരുള്ളൂ? എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അപ്പൊ ഒരു കാലഘട്ടത്തിലൂടെ തൊഴിലില്ലാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഗ്യാമം സംഭവിക്കേണ്ടതാണ്. അറിയോ? പിന്നെ എപ്പോഴും ഗ്യാമം സംഭവിക്കും. എങ്ങനെയെങ്കിലും ഒരു ബന്ധമാകുന്നത് കാറ്റടിച്ച് വീശി തലോടി അങ്ങനെയുള്ള വാക്കിലുള്ള മുമ്പിനിങ്ങളെല്ലാം മരിച്ചു വീട് കഴിഞ്ഞതിന് ശേഷം
ദിവസമാണ്. അതാണ് സമന്വയിപ്പിച്ച് പഠിക്കേണ്ടതാണ്. വിഭാഗങ്ങൾ വരുന്നുണ്ട്, ഈ എതിരില്ല. അപ്പോൾ സമന്വയിപ്പിച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. വ്യാജമല്ല, കള്ളമല്ല, അതിന്റെ വീടും വായിച്ചു, ഹദീസ് ഞങ്ങൾ വായിച്ചു. നമ്മളോട് ചോദ്യ സമയമാണ്. ഞങ്ങളോട് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി അങ്ങനെ വ്യാജമല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞത് ഇങ്ങനെ പറയുന്നത് വ്യാജമാണ്, കള്ളമാണ് എന്നൊക്കെയാണ്. വ്യാജമാണ്, കള്ളമാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ അർത്ഥം പറയുന്നത് വ്യാജമാണ്, കള്ളമാണ് എന്ന് ഏത് ഹദീസ് പണ്ഡിതനാണ് പറഞ്ഞത്? ഇങ്ങനെ പറയാൻ പാടില്ല വ്യാഖ്യാനം. ഇങ്ങനെ ആരും വ്യാഖ്യാനിക്കരുത്. ആ വ്യാഖ്യാനം പറയുന്ന വ്യാഖ്യാനം ഉണ്ടല്ലോ, ഉന്തത്തുട്ടായിന്റെ വ്യാഖ്യാനം ഉണ്ടല്ലോ, സാവത്തിന് ഇരുപത്തും മൊത്തത്തിൽ റസൂലിന്റെ വാക്കുണ്ടല്ലോ. അങ്ങനെ കള്ളമാണെന്ന് ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതല്ലാതെ ഇങ്ങനെ പറയുന്നതും അർത്ഥം പറയുന്നതും പ്രസംഗിക്കുന്നതും മൊത്തം സമുദായം മൊത്തത്തിലാവുന്ന അറിയിക്കുമെന്നതിന് അർത്ഥം പറയുന്നത് അത് വ്യാജമാണ്, കള്ളമാണ്. അങ്ങനെ പറയാനേ പാടില്ല. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം മൊത്തമായിട്ട് തന്നെ മുസ്ലിക്കാകാൻ സഹാബത്തിന്റെ പ്രത്യേകത മാത്രം. സഹാബത്തല്ലാത്തവര് മൊത്തം മുസ്ലിക്കാകാമെന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹദീസിനെ വ്യാഖ്യാനിച്ചു. ഭൂരിപക്ഷ പണ്ഡിതന്റെ ചേതമൊക്കെ മൊത്തം സമുദായം എന്ന് ആരും വിശദീകരിച്ചിട്ടില്ല. ഇമാം നബിയുടെയും ഉണ്ടത്തുകാരുടെയും ഉദ്ധരണി ഞാൻ വിശദീകരിച്ചു. അത് എല്ലാവരെ കുറിച്ച് പറഞ്ഞു. ഒരു ഹദീസ് അത് മറ്റ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ തത്തിന്റെ പദമായി ഇബ്നു സലാഹ് പറയുന്നത് ഈ പദവും അതിന്റെ ആശയം കൃത്യമായിരിക്കണം. ഇവിടെ വ്യാഖ്യാനമുണ്ട് എന്നല്ല പറയുന്നത്. മനസ്സിലാക്കേണ്ടത് വ്യാഖ്യാനമുണ്ട് എന്നല്ല, ഇങ്ങനെ ഹദീസുണ്ട് എന്നാ പറയുന്നത്. സമുദായത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയക്കുന്നില്ല എന്നൊരു ഹദീസ് ഇല്ല. എന്നാണ് ഹദീസിലുള്ളത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ തന്നെ ഭയക്കുന്നില്ല എന്നാണ്. നിങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് സഹാബത്താണ്. ഞാൻ നേരത്തെ വായിച്ചു. അനി ഉദ്ദേശിക്കുന്നത് സഹാബത്താണ്. അന്നോക്കത് അങ്ങനെ അല ജുംലത്തി അസ്ഹാബി അയ്യുബദ്ദിലു ദീനൽ ഇസ്ലാമി. സഹാബികൾ ഒന്നടങ്കം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഞാൻ ഭയക്കും. അപ്പോ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് പോലും ഇങ്ങനെയാണ്. ഇവര് പറയുന്നത് പോലെ മൊത്തം സമുദായം എന്ന് ആരും വ്യാഖ്യാനിക്കും. ഇവര് പറയുന്നത് ഇപ്പൊ പറയും വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാം. പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്നത് ഈ ഹദീസിൽ ഇങ്ങനെ മനസ്സിലാക്കണമെന്നാണോ? അല്ല. ഇതാ ബുഖാരിയിൽ പറഞ്ഞു. ഈ പുസ്തകത്തിൽ ഇതാ ഇതിന്റെ 10 ഭാഗത്ത് കാണാം. ഇതാ എന്റെ സമുദായം ിലകപ്പെടുമെന്ന് അറിഞ്ഞേ ഇല്ലെന്ന് ആണയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അപ്പൊ എന്റെ സമുദായം ഇതിന്റെ തുടക്കത്തിലും ആമുഖം ഈ പേരിൽ എഴുതി തന്നെയാണ്. എന്റെ സമുദായം നിങ്ങൾ ചെറുക്കിലകപ്പെടുമെന്ന് അള്ളാഹുവാണ്, ഞാൻ ഭയപ്പെടുന്നില്ല. ഈ റസൂൽ പ്രഖ്യാപിച്ചാണെന്നാണോ? അങ്ങനെ റസൂൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്റെ സമുദായം ചെറുക്കിലകപ്പെടുകയില്ലാണ്? ഞാൻ വിഷയം അങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അലൈക്കുന്ന പറഞ്ഞത് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ വിശദീകരണത്തിലും അങ്ങനെയില്ല. അപ്പോ വിശദീകരണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിഭാഗത്ത് ഉദ്ധരിക്കുകയും അതിന്റെ പേരിൽ ഉണ്ടാക്കുകയും എന്നിട്ടാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. വ്യക്തമായി കഴിഞ്ഞ് അവിടെ വളരെ വ്യക്തമായിട്ട് ഉമ്മത്തലാത്തത്വത്തിലുള്ള മൊത്തത്തിൽ മുപ്പത്താം അനുഭവിച്ചു കാര്യവായിച്ചു. അങ്ങനെ വേറെ അതല്ലേ ആവർത്തിച്ച് പറഞ്ഞത് ശ്രദ്ധാകൃതികളാണ്. കരയുമ്പോ എന്തിനാ കഴിയുന്നത്? നമ്മളെ റസൂലുള്ളാഹിന്റെ വാക്ക് ഓർത്ത് കഴിയുക. റസൂലുള്ളാഹി വന്നിട്ട് ഉമ്മത്തി
സഹാബത്തിന്റെ മേലെ ശിർക്ക് മേടിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇവിടുന്ന് ശിർക്ക് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി തന്നെ വന്ന തങ്ങളെ വഫാത്തിന് ശേഷം ഈ സമുദായത്തിൽ അത്തുശിരി സഹാബത്തിൽ നല്ല ചോദിച്ചത് കൃത്യമായ ചോദ്യം. അത്തുശിരിക്ക ഉമ്മത്തിക്ക, അങ്ങനെ കാലത്ത് ഉമ്മത്ത് മുശ്രിക്കാകുമോ? മറുപടി എന്താണ്? ശ്രദ്ധാതെ ഞാൻ മുശ്രിക്കാകും. മുത്തൻവാദികൾ പറയുന്നത് ഇസ്ലാമിന്റെ മൊത്തം വിശ്വാസമല്ല. സൂര്യൻ ആരാധിക്കില്ല, ചന്ദ്രൻ ആരാധിക്കില്ല, കല്ലിനെ ആരാധിക്കില്ല, വിഗ്രഹത്തിന് ആരാധിക്കില്ല. അപ്പൊ ഉമ്മത്ത് എന്ന് പറഞ്ഞ സഹാബത്തിന് അർത്ഥമെങ്കില് സഹോദരങ്ങളെ യുവാക്കുന്നത് ഈ ഉമ്മത്തിലേക്കല്ലേ? അപ്പൊ അർത്ഥം എന്താ? യുവാകുന്ന സഹാബത്തിലുള്ള ആളുകളാണ്. സഹാബത്തിന്റെ മറ്റൊരർത്ഥം എന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായ ഹദീസുണ്ട്, വ്യാഖ്യാനം വായിച്ചു, ഒക്കെ നമ്മൾ വായിച്ചു. നമ്മൾ ചോദിക്കുന്നത് ഇതിനാക്കി വ്യാഖ്യാനത്തെ പറഞ്ഞ ആളുകൾ വ്യക്തമായ ഹദീസുണ്ടായിട്ടും അത് കള്ളമാണ്, വ്യാജമാണെന്ന് ഏതെങ്കിലും ഒരു ഹദീസ് പറഞ്ഞാൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല, വ്യാഖ്യാനിക്കുന്നത് കള്ളമാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞത് തെളിയിക്കാൻ കഴിയുമോ? ഇദ്ദേഹം ഉദ്ധരിച്ച ഈ ബുഹാരിയുടെ ഹദീസ് എന്ന് പറഞ്ഞ ഉദ്ധരിച്ച എന്റെ സമുദായം നിങ്ങളെ സൃഷ്ടിക്കപ്പെടുമെന്ന് അള്ളാഹുവാണ് ഭയപ്പെടുന്നത്. ഇങ്ങനെ റസൂല് പറഞ്ഞിട്ടില്ല എന്നാണ് റസൂല് പറഞ്ഞത്. ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചു, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയക്കുന്നില്ല, നിങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് സഹാബത്താണ്. അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞതും അതേപോലെ ഷർഹ് മുസ്ലിം പറഞ്ഞതും അത് അനുയായികളെ കുറിച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഞാൻ നേരത്തെ ഉദ്ധരിച്ചു, ഈ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അന്നവുക്കത് അമീന അലാ ജുംലത്തി അസ്ഹാബിഹി, തന്റെ അനുയായികൾ ഭൂരിപക്ഷം ആളുകൾ നിർഭയമാക്കിയാണ് അവർ ഒരിക്കലും പുറത്തു പോവുകയില്ല. അപ്പോ ഇതാണ് ഇങ്ങനെയാണ് ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഒരു ഹദീസിനെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതേ വാക്കായിരിക്കണം. റസൂലുള്ളാഹി പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയക്കുന്നില്ല, ഇവരെ എഴുതുക എന്റെ സമുദായം. ഇങ്ങനെ റസൂൽ ഇങ്ങനെ റസൂൽ പറഞ്ഞു. ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിച്ചു. ബുഖാരിയുടെ ഹദീസിനെ കുറിച്ച് പറയും. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വ്യാഖ്യാനവുമില്ല. റസൂൽ പറഞ്ഞത് മാ അഖാഫു അലൈക്കും എന്നാണ്. അലൈക്കും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബത്താണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം സഹാബത്താണ്. ഞാൻ ചോദിക്കട്ടെ, ലാ തഖൂമു സഅതു ഹത്താ തൽഹഖ ഖബായിൽ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ എന്ന് തിർമിദിയും അബൂദാവൂദും റിപ്പോർട്ട് ഹദീസിൽ കാണുന്നു. അന്ത്യദിനം വരുന്നതിന് മുമ്പ് എന്റെ സമുദായത്തിൽപ്പെട്ട പല ഗോത്രങ്ങളും മുശ്രിക്കുകളോട് ചെയ്തു. ഈ പറയുന്നത് യഥാർത്ഥ ശിർക്കിനെ സംബന്ധിച്ചാണ്. അല്ല, എനിക്ക് വാദമുണ്ടോ? നിങ്ങൾ പറയും അത് യഥാർത്ഥ ശിർക്കിനെ കുറിച്ചല്ല. അപ്പോ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ ശിർക്കിനെ വരുന്നത് എനിക്ക് പറയാം. പിന്നീട് പറയാൻ കുറച്ചു പേരുന്നായി, പിന്നീട് പറയാൻ മൊത്തം എന്ന് പറയും. എന്താണ് ഞാൻ നിലപാട്? നേരത്തെ പറഞ്ഞു റസൂല് അലൈക്കും എന്ന് പറഞ്ഞിടത്തൊക്കെ സഹാബത്ത് എന്നാണോ? നമുക്കെന്നെ വാദമുണ്ടോ? പണ്ഡിതർ എങ്ങനെയാണോ വിശദീകരിച്ചത് ആ വിശദീകരണമാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഒരു ഇല്ലാത്ത വിശദീകരണം വെച്ചുകൊണ്ട് ഹദീസ് ഉണ്ടെന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടെങ്കിൽ വ്യാജമാണ്, അതുപോലെ തന്നെ കള്ളമാണ് എന്ന് പറയുമ്പോ വ്യാജമല്ല, കള്ളമല്ല, ഉമ്മത്ത് മൊത്തം മുപ്പത്താവൂരാണ്. നബിമാരുടെ വ്യാഖ്യാനം വായിച്ചു, മുന്തത്തായി വായിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ വേറെ അഹ്മദ് ഉദ്ധരിച്ച ഹദീസ് മനസ്സിലാക്കണം. ബയ്യത്ത് ഉദ്ധരിച്ച്, ഹാക്കിം ഉദ്ധരിച്ച്, ഹാക്കിം പറയുന്ന സഹീഹുൽ ഇസ്നാദിന്റെ പരമ്പര ശരിയാണെന്ന്. അതുപോലെ തന്നെ തൗറാത്ത് ഉദ്ധരിച്ച്, ഇബ്നു
ഉദ്ദേശിച്ച് എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് അൽ ഇശ്റാഖ് ബില്ലാഹ്, ശിർക്കാണ്. ഞാൻ പറയുന്നില്ല കേട്ടോ, എന്റെ സമുദായത്തിൽ ഞാൻ പറയുന്നില്ല. ോടിക്കും വേണ്ടി റിയാദോടുകൂടെ ലോകം കാണാൻ വേണ്ടി ചിലത് ചെയ്യും. എന്റെ മുമ്പിൽ നിങ്ങൾ ആര് ചെയ്യുന്ന ആദ്യം ഉമ്മത്തിന് സഹാബത്തിന് അർത്ഥം വന്നെങ്കിൽ ശേഷം റിയാദ് ആർക്ക് അർത്ഥം വരുക? സഹാബത്തിന്, സ്വത്തിനോടുള്ള മോഹൻ സഹാബത്തിന്, എല്ലാ സഹാബത്തിനും സഹാബത്തിനെയും കുറ്റം പറയാൻ തുടങ്ങിയോ. പിന്നെ പറയുന്നു വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ട് സംബന്ധിച്ച് അതിന് മലയാളം പഠിക്കണം കേട്ടോ. ഒരു പുസ്തകം പോ കണ്ടില്ല പറയേണ്ടത് എന്റെ സമുദായം പറയട്ടെ. നിങ്ങൾ പറഞ്ഞതാണ് എന്റെ സമുദായം എന്നാൽ നിങ്ങൾ എന്ന് പറഞ്ഞ ഭാഷയുടെ ഉദ്ദേശം. അത് മുഖേന സ്വന്തം പറഞ്ഞതാ. നബിമാരുടെ പിന്തുണയില്ലേ, ഉന്തത്തുകാരിന്റെ പിന്തുണയില്ലേ, അതുപോലെ തന്നെ ഹാക്കിമും ബൈഅത്തിയും ഇബ്നു മാജയും ഫുഖാഹിയും ഉദ്ധരിച്ച ഹദീസിന്റെ പിന്തുണയില്ലേ. സഹാബത്തിന് അങ്ങനെ ഉണ്ട്. എന്താ പറയാ പിന്നെ ചോദിക്കുന്നത് കബീരായിരുന്നു. നമ്മളെ ചോദിക്കുന്നവരോട് ഇട്ടിട്ടില്ല, ഇങ്ങോട്ടാണ് ചോദിച്ചത്. നാളെ ചോദ്യത്തിന്റെ സമയമാണിത്. ആദ്യം നിങ്ങൾ ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങൾ ചോദിച്ചത് മറുപടി പറ. വ്യാജമാണ്, അതുപോലെ തന്നെ കള്ളമാണ് എന്നതിന് ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വ്യാഖ്യാനം ആരും നൽകാത്തത് കൊണ്ടാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അത് കുത്തുകൾ പറഞ്ഞു. നമ്മുടെ വകയല്ല, പണ്ടില വിശദീകരിക്കുന്നത്. ഇമാം ഖുർത്തുബി വിശദീകരിച്ചു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബത്താണ്. അസ്കലാനി വിശദീകരിച്ചു, സഹാബത്താണ്. അപ്പോൾ നിങ്ങൾ അവരെ വ്യാഖ്യാനിച്ചത് നിങ്ങളുടെ ഈ ഒരു സംശയത്തിലൂടെ നിർവീര്യമാക്കിയാണ്. അപ്പൊ നിങ്ങൾ അവരോട് ചോദിച്ചോട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചെന്നാണ് ചോദിക്കുന്നത്. നമ്മള് പണ്ട് പറഞ്ഞത് മാത്രം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്റെ പകരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഹദീസിന് ധാരാളം വ്യാഖ്യാനങ്ങൾ ഉദ്ധരിച്ചു. ആളുകൾക്ക് മനസ്സിലാത്ത രീതിയിൽ തബറാനിയുടെയും ഹാക്കിമിന്റെയും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കാര്യമായില്ല. വാങ്ങ് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോ ഈ ഹദീസിനെ ഏതെങ്കിലും പണ്ഡിതർ മൊത്തം സമുദായം എന്ന് അർത്ഥം നൽകിയിട്ടുള്ള വിഷയം ഇമാം നബി പറഞ്ഞിരിക്കുന്നത് സ്വന്തം അനുയായികളെ കുറിച്ചാണ്. എന്റെ ഉമ്മത്തോ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്റെ അനുയായികളെ കുറിച്ചാണ്. കാരണം അതിനുശേഷം വായിക്കാം, ദുനിയാവിൽ മത്സരിക്കും, അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം മുക്തത്താകാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ ഈ ശറഹ് മുസ്ലിമിന്റെ വ്യക്തമായ ഈ ഒരു ഉദ്ധരണി അവർക്ക് അനുകൂലമാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ എന്താണെന്നറിയോ? ഇതിൽ പ്രവാചകന്റെ മുഅ്ജിസത്തുണ്ട്. പ്രഖ്യാപിക്കലാണ്. ഉമ്മത്ത് ഖസായിനുൽ അർദ് അധീനപ്പെടുത്തും. അത് സംഭവിച്ചിട്ടുണ്ട്. അത് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞാണ്. അവർ ഒന്നടങ്കം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അത് അല്ലാഹുവെ സംരക്ഷിച്ചിട്ടുണ്ട്. അവർ ദുനിയാവിൽ മത്സരം നടത്തും. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഭൂരിപക്ഷം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയില്ല. ഭൂരിപക്ഷം ആ സഹാബ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയില്ല. ചരിത്രം പരിശോധിച്ച് കാണാവുന്നതാണ്. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉമ്മത്തിൽ കാര്യം പറഞ്ഞിരിക്കുന്നത് തത്തുല്യമായ ഒരു വിശദീകരണം മാത്രമാണ്. ഞാൻ നേരത്തെ അസ്കലാനിയുടെ ഇബാറത്ത് ധരിച്ചു, ഖുർത്തുബിയുടെ ഇബാറത്ത് ധരിച്ചു. വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് എന്താണ്? ഈ ഹദീസിന്റെ ഉദ്ദേശം സഹാബത്താകുന്നു. അങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഹദീസിനെ അങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ സഹാബാക്കൾ പരിചയപ്പെടുത്തണം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങൾ മുന്നിലെത്തിയാൽ എലിക്കുട്ടിയായിരിക്കുമെന്നാണ് ഇതൊക്കെ ശരിക്കും നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പോ എന്താ പറഞ്ഞത്? ഉമ്മത്ത് മൊത്തത്തിൽ മുപ്പത്താവൂല. അതെന്നല്ലേ ഞങ്ങളും പറയുന്നുള്ളൂ.
ഗ്രന്ഥമാണ്. അത് എത്ര തവണ നമ്മൾ വിശദീകരിച്ചു. ഒരു പണ്ഡിതനിക്ക് ഒരു പുസ്തകം എഴുതണമെങ്കിലും ഒരു അർത്ഥം എഴുതണമെങ്കിലും ഒരു വ്യാഖ്യാതാവിന്റെ വിശദീകരണം മതി. എല്ലാ ഗ്രന്ഥത്തിന്റെ ഇതെന്താ പറഞ്ഞത്? വ്യാജമാണ് പറയാൻ ഓർക്കേണ്ടതല്ലേ, എഴുതും ഓർക്കേണ്ടതല്ലേ? വ്യാജമാണ്, കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് കിതാബ് നോക്കണം. ഒരു കിതാബിനും അംഗീകൃത തഫ്സീറില്ലെങ്കിൽ, ഹദീസ് വ്യാഖ്യാനത്തില്ലെങ്കിൽ കള്ളമാണ് വ്യാജമാണെന്ന് പറയാവൂ. അതേ സ്ഥാനത്ത് ഒരു ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ ഒരാൾ പുസ്തകം എഴുതാം. അത് നമ്മൾ വായിച്ചു. നബിമാരുടെ സറഹ് മുസ്ലിം അർത്ഥം എന്തൊക്കെ എഴുതുക. ഇതിന് മുഅ്ജിസത്തുണ്ടോ? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് ഇതിനുണ്ട്. അത് വിവരിക്കുന്ന കൂട്ടത്തിൽ കാണാം സമൂഹം കാത്തിരിക്കുന്നു. പിന്നെ ദുനിയാവും മോഹിക്കലുണ്ടാകും, മത്സരം നടത്തലുണ്ടാവും. സംഭവിച്ചില്ല. പിന്നെ മുർത്തദാവ് സംഭവിച്ചില്ല. മുർത്തദാഹുല പറഞ്ഞത് ആ റസൂലുള്ളാഹിന്റെ പിന്നെ പ്രവചനം പുലർന്നു, പ്രവചനം സംഭവിച്ചു. അവ മുർത്തദായിട്ടില്ല. പിലാനം വരെ മുർത്തദാകുകയുമില്ല. ഉമ്മത്തിന്റെ കാര്യത്തിൽ അത് പേടിക്കുന്നില്ല. ഖുർആൻ വീട്ടിൽ വെച്ച് പറഞ്ഞു. ഖുർആൻ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്. തങ്ങളാകരുത്, ഞാൻ പറയുന്നില്ല. എന്റെ സമുദായം വിഗ്രഹത്തിനോ സൂര്യനോ ചന്ദ്രനോ മലാപം വിഗ്രഹത്തിനോ ഞാൻ പേടിക്കുന്നവരാക്കില്ല. ലോകമാന്യത്തോടുകൂടെ അമല് ആര് പരിപാടിക്കുന്നു? സഹാബത്തിന് വരുന്നു. എന്റെ ഉമ്മത്തിങ്ങളെ ഉമ്മത്തി എന്ന് പറഞ്ഞ ഉമ്മത്തിന് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്ത പോലെ സഹാബത്തിന് നേരിട്ടുള്ളൂ എന്നാ പറയുന്നതെങ്കിൽ ഓരോ ബിജാർ പിടിക്കുന്ന സംബന്ധിച്ചിട്ട് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നാം കൃത്യമായിട്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവർ ഈ ഹദീസിനെ ഏകദേശം 2 പേരുകൾ വിശദീകരിച്ചു. തന്റെ അനുയായിയുടെ കാര്യത്തിൽ അവർ നിർഭയരാണ്. ദീൻ ഇസ്ലാമിന് പകരമാക്കുന്നത് ദീൻ ഇസ്ലാമിൽ കടത്തുന്നത് ഇനാഹാദിന്നും അതിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. കാരണം പ്രവാചകന്റെ വഫാത്തിന് ശേഷം പലരും മുർത്തദായിട്ടുണ്ട്. പ്രവാചകന്റെ മരണത്തിന് ശേഷം പലരും മുർത്തദായിട്ടുണ്ട്. വീണ്ടും പറയാണ് ലം യബ്ക അന്നഹു ലം യബ്ക ബഅദ മൗത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ മിൻ മസാജിദിൽ മുസ്ലിമീൻ ഇല്ലാ കാന ഫീ അഹ്ദിഹി സിദ്ദത്തുൻ ഇല്ലാ മാ കാന സലാസത്ത് മസാജിദ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം പലരും മുർത്തദായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഹ്ലുൽ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതൊക്കെയും സഹാബാക്കൾ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹദീസിനെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? ഇത് സഹാബത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഈ മുസ്ലിമിലെ ഉദ്ധരണി മൊത്തം സമുദായത്തെ കുറിച്ചല്ല. മുകളിൽ പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. മുകളിൽ പറഞ്ഞെന്താണ്? ഒന്നടങ്കം മുർത്തദാവുകയില്ല. സഹാബത്ത് ഒന്നടങ്കം മുർത്തദാവുകയില്ല. അത് അല്ലാഹു സംരക്ഷിച്ചതാണ് അവരെ. അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിലെ അധികാരങ്ങൾ അധീനപ്പെടുത്തും, അത് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവര് ദുനിയാവിൽ മത്സരിക്കും, അത് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും മുർത്തദാവുകയില്ല. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ പുല്ലുദാലിക്ക എന്ന് പറയുന്നത് മുകളിൽ കുറെ കാര്യം പറഞ്ഞതിന് ശേഷം ആർക്കും അറിയാത്ത പുല്ലുദാലിക്കുന്നതിന്റെ അർത്ഥം ഇതെല്ലാം സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞ കാര്യത്തിലാണ് എല്ലാവരും മുർത്തദാവുകയില്ല. എല്ലാവരും മുർത്തദായിട്ടുണ്ടോ? ഇല്ലല്ലോ. ചരിത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ ഈ സറഹ് മുസ്ലിമിലെ ഹദീസ് നിർലജ്ജത്വം എന്നിട്ട് ബാധ പറയാം. ഈ നോമ്പ് സമയമായതുകൊണ്ടാണ് ഞാൻ ഒച്ചെടുക്കാൻ ക്ഷീണിതനായിരുന്നു. ഈ വിഭാഗം തന്നെയാണ് മുമ്പത്തെ കാര്യമുള്ളത്. എന്നെ ഉമ്മത്തവും എന്നതിന് മറുപക്ഷം വിശദീകരണം നൽകിയത് മൊത്തം ഉമ്മത്തുന്ന. ഞാൻ പറഞ്ഞു എന്നെ ഉമ്മത്തു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ അനുയായികളുടെ അർത്ഥം. ഉമ്മത്ത് എന്ന വാക്കിന് അനുയായികളുടെ അർത്ഥമുണ്ട്, സംഘം എന്ന അർത്ഥമുണ്ട്. പക്ഷികൾ നിങ്ങളെ പോലെയുള്ള ഒരു വിഭാഗമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ സറഹ് മുസ്ലിമിലെ ഈ
പുല്ലുകാരത്തിന് മനസ്സിലാക്കാം എന്ത് സഹാബത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട നിങ്ങളെ, അപ്പോ ചുരുക്കി പറഞ്ഞപ്പോ എന്താ പറയുന്നത്, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്ത് മാത്രമാണ്. സ്വന്തം വ്യാഖ്യാനം നടത്തുകയാണ്. സമുദായം എന്ന അർത്ഥം വരുമ്പോൾ ഉമ്മത്ത് എന്നൊരു വാക്കിന് സ്വഹാബത്ത് മാത്രം എന്നൊരു അർത്ഥമില്ല. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ്. എല്ലാവരും ഒരു ആർക്കും അറിയാം. അവിടെ വ്യാഖ്യാനത്തിന് സ്വഹാബത്ത് മാത്രം എന്നേ അതിന്റെ ഉദ്ദേശമുള്ളൂ. ഇങ്ങനെ മൊത്തം ഉമ്മത്ത് എന്ന അർത്ഥം പറയുന്നത് കളവാണ്, അതുപോലെ വ്യാജമാണ് എന്ന് ഏതെങ്കിലും ഒരു ഹദീസ് പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ചോദിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ആ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്ത് ഈ സമുദായത്തിന്റെ മേലിൽ ഞാൻ ശിർക്ക് ഏറ്റവും കൂടുതൽ പേടിക്കുന്നു, റിയാ എന്ന അർത്ഥത്തിലുള്ള ശിർക്ക് ഞാൻ പേടിക്കുന്നു, മറ്റേ ശിർക്ക് അഥവാ ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന ശിർക്കല്ല പേടിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ഇവർ പറയുമ്പോൾ സമുദായം എന്ന അർത്ഥത്തിൽ സ്വഹാബത്തിൽ എന്ന് പറയുന്ന വലിയ കുറ്റം സഹാബത്തിന് മൊത്തം വരുമെന്നതിന് അർത്ഥം വരുമല്ലോ. അപ്പം സഹാബത്തിൽ റിയാദ് എങ്ങനെ വരും? അവരൊക്കെ ലോകമാന്യമുള്ള ആളുകളാണ് എന്ന് നിങ്ങൾക്ക് ബാധമുണ്ടോ? ഇവിടെ അള്ളാഹു കൊടുക്കാത്ത മഹാഭാവമായ ഷിർക്ക്, ഷിർക്കുൽ ജലീ എന്ന് പറയുന്നു, ഷിർക്കുൽ അക്ബർ എന്ന് പറയുന്ന ഷിർക്ക് സംഭവിക്കുന്നതിന്റെ ചർച്ചാ വിഷയം. ഇതാണ് ചർച്ചാ വിഷയം. ഈ ഹദീസിന് അങ്ങനെ ഒരാൾ വ്യാഖ്യാനം നൽകിയിട്ട് ഞാൻ ആവർത്തിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ ഒരു ഹദീസ് കള്ളമാണെന്ന് ആരും പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരാൾ വ്യാഖ്യാനം നൽകാത്തത് കൊണ്ടാണ്, ഇങ്ങനെ ഒരു ഹദീസ് ബുഖാരിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്, സമുദായം എന്ന് ബുഖാരി ഇല്ലാത്തത് കൊണ്ടാണ്, സമുദായം എന്ന് ആരും വ്യാഖ്യാനിക്കാത്തത് കൊണ്ടാണ് കള്ളൻ എന്ന് പറഞ്ഞിരിക്കുന്നത്.